ഇന്നിപ്പോൾ ഒരു മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ സാമ്പാറും കൂടി ഉണ്ടാക്കണം. അപ്പോൾ സാമ്പാറിന് വേണ്ടി അടുപ്പത്ത് ആദ്യം പരിപ്പ് വേവിച്ചു, പിന്നെ പച്ചക്കറിയൊക്കെ ഇട്ട് വേവിച്ചു. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാനൊരു 2 വലുതും 3 ചെറുതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി, 2 പച്ചമുളകും ഇട്ട് കുക്കറിൽ ആദ്യം ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു 10 മസാല ദോശക്കുള്ള മസാലയാവും. പിന്നെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആയിരുന്നു ഇട്ടിരുന്നത് മസാലയ്ക്ക് വേണ്ടി. പിന്നെ ഒന്ന് താളിക്കാൻ വേണ്ടി ഓയിൽ ഒഴിച്ച് ഉഴുന്നും കടുകും പൊട്ടിച്ചതിന് ശേഷം ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്തു. 2 പച്ചമുളകും ചേർക്കാം. പിന്നെ കിഴങ്ങും ക്യാരറ്റൊക്കെ ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ദോശ ഞാൻ നല്ല നൈസായിട്ട് പരത്തിയെടുക്കും. വലിയ പാനുണ്ടെങ്കിൽ വലിയതായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇത് ദോശ നല്ല മൊരിഞ്ഞതിന് ശേഷം അതിലോട്ട് മസാല ഇട്ടിട്ട് അങ്ങനെ ചുരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് മസാല ദോശ. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. പിന്നെ മോന് ദോശയും ചമ്മന്തിയും കൂട്ടി കൊടുത്തു.